ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ ആൾക്കാരുകൾ ഒരുപാടുണ്ട്, ഈവൻ ഈ ലോകത്തുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു പക്ഷെ ഉണ്ടാവുമായിരിക്കും. അവർക്ക് എപ്പോഴും ഒരു ഷോൾഡർ ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ലോൺനെസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ലോസ് ടു ഡെത്ത് ആണ്. കാരണം അതുകൊണ്ട് ഇപ്പം ടോക്സിക് റിലേഷൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ റോങ് പേഴ്സൺ ആണെന്ന് അവരുടെ ഇന്നർ മൈൻഡിൽ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവരത് നോ പറയുന്നത് അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് ഞാൻ എങ്ങനെ കൈയും കാലും പിടിച്ചിട്ട് നിന്നോളാം, പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു മൈൻഡുള്ള ഒരു ക്യാരക്ടറിന് ഉടമയാണ് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്നത്. പിന്നെ ജാസ്മിൻ ഒരാളെ സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അയാളെ പറ്റിയിട്ട് അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും. അയാളെ പറ്റി വേറെ ആരും പുറത്ത് കുറ്റം പറയാൻ സമ്മതിക്കത്തില്ല. ശരിക്കും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിങ്ങനെ നിൽക്കും. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻ, അതായത് അകത്തൊരു റിലേഷൻ എടുത്തിട്ട് പോയിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ലവ് യു എന്ന് പറയുന്നു, കൺഫ്യൂസ് ചെയ്യുന്നു, അവിടെ ക്ലാരിറ്റി ഇല്ലെന്ന് പറയുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിട്ട് എനിക്കിവിടെ വേറെ ആരുമില്ല, ഋഷിന്ന് ഗബ്രി മാത്രമേ ഉള്ളൂ എന്നുള്ള ക്യാരക്ടർ അങ്ങനെ. പക്ഷെ വേറൊരു കാര്യം, ഈ കമന്റിനോട് ഞാൻ വളരെയധികം ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ജാസ്മിൻ ഇപ്രാവശ്യം കിച്ചൺ ടീമിൽ ഇട്ടത് അൻസിബ ഇല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ഹെയ്റ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. അവളിൽ എനിക്കൊരു നല്ല സ്വഭാവം കാണുന്നില്ല. അതായത് അൻസിബയ്ക്ക് പരദൂഷണം പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മുഖത്ത് നോക്കി പറഞ്ഞ് അത് മനസ്സിൽ വെക്കാതെ. അതാണ് ജാസ്മിനും അൻസിബയും തമ്മിൽ വ്യത്യാസം. വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ജാസ്മിൻ ഉള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നെ ഇതിൽ പല കമന്റ്സും വന്നിട്ടുണ്ട്, അൻസിബയുടെ പപ്പറ്റാണ്, ഋഷി അൻസിബയുടെ പപ്പറ്റാണെന്നുള്ള രീതിയിൽ. അതും ശരിയാണ്. അൻസിബ ഇപ്പൊ കഴിഞ്ഞ തവണ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പം ആ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറിലോട് ആൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷനിലും പല കാര്യങ്ങളും മുഖത്ത് നോക്കി പറയാതെ ചിലതൊക്കെ അകത്ത് പോയി സംസാരിക്കുന്നുണ്ട്. തുടക്കം ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജാസ്മിൻ ഇപ്പൊ ജിൻഡു ആയിട്ട് അടിയായിരിക്കും, നോറയായിട്ട് അടിയായിരിക്കും, അല്ലെങ്കിൽ സിജു ആയിട്ട് അടി എന്ന് പറഞ്ഞാൽ പൂരടിയായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്കൊരു വിഷയം വന്നാൽ ജാസ്മിൻ പോയി സംസാരിക്കും. ജാസ്മിൻ പോയിട്ട് എന്താ വിഷയം, ഞാൻ കാരണമാണോ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ സോറി, നിങ്ങൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു പറയും. അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. അതൊരാൾക്കും പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ റെയറാണ് ആ സംഭവം. അപ്പൊ നമ്മള് നെഗറ്റീവും പോസിറ്റീവും പറയണമല്ലോ. സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴക്ക് പറഞ്ഞപ്പോൾ അതങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് വിഷമിച്ചിരിക്കണ കാണുമ്പോൾ അവിടെ പോയി സംസാരിക്കുന്നുണ്ട്. സിബിനോട് പോയി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരോടും, ജിൻഡോട് തന്നെ പോയി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരാൾ കരയുന്ന കണ്ടാൽ, ഒരാൾ വിഷമിക്കുന്ന കണ്ടാൽ പോയി സംസാരിക്കാനുള്ള ഒരു മൈൻഡ് ജാസ്മിൻ ഉണ്ട്. അത് വേറെ കാര്യം. പിന്നെ കഴിഞ്ഞാണ് കിച്ചൺ ടീമിൽ ജാസ്മിൻ ഒന്നും ചെയ്തിട്ടില്ല. അൻസിബ ഒറ്റയ്ക്കാണ് കിടന്ന് വറുത്തോണ്ടിരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു റിവെഞ്ച് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അൻസിബ ആണ് കിച്ചണിൽ ഉണ്ടായിരുന്നത്, ജാസ്മിൻ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും ചെയ്തില്ല. അപ്പോൾ മേ ബി അൻസിബയ്ക്ക് തോന്നിയിട്ട് അവൾ എന്ന കിച്ചൺ ടീമിൽ, ഇതൊക്കെ ഗെയിമാണല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കലാണല്ലോ ഗെയിം. പക്ഷെ ജാസ്മിൻ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയെന്ന് പറയുകയും ചെയ്തു. അത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്, നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നത് മുഖത്ത് നോക്കി പറയും, ജാസ്മിൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. ആ പറഞ്ഞ ആൾക്ക് വിഷമമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പോയി പാമ്പർ ചെയ്യുകയും ചെയ്യും. അതൊരു വലിയ ക്വാളിറ്റിയാണ്.